വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ചു ഇയാൾ. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന്, എന്നിട്ട് എൻ്റെ കുട്ടി വരെ മരിച്ചുപോയി. ഇതാണ് സൈക്കോ കള്ളൻ എന്ന് പറയുന്ന ഷിബി. ഇവർ രണ്ടുപേരുടെ വീഡിയോസ് മുന്നേ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നുള്ളതാണ്. അതായത് പ്ലസ് 1 പഠിക്കുന്ന പെൺകുട്ടിയെ വളച്ച് കല്യാണം കഴിച്ചു, ഒളിച്ചോട്ടം തന്നെയായിരുന്നു വിഷയം. അന്ന് ഞാനൊക്കെ അത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവന്റെ സോഷ്യൽ മീഡിയയിലുള്ള അവന്റെ പ്രഹസനങ്ങൾ കുറച്ച് ഓവറായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പ്രണയിക്കുന്നത് ഊക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലൊക്കെ എന്തൊക്കെ ഊളത്തരം അവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വൃത്തികേടുകൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് സംസാരിച്ചിരുന്നത്. അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേര് ചേർന്നുകൊണ്ട് അതിനെ വേറെ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വിഷയം അന്ന് കത്തിക്കേറിയതായിരുന്നു. പിന്നീട് ഞാനത് മൈൻഡ് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരത് വിട്ടതാണെന്നുള്ളതാണ്. ഒളിച്ചോടി കല്യാണം കഴിഞ്ഞു, ഇന്റർവ്യൂ വരുന്നു, വൈറലാവുന്നു. അതിനുശേഷം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം റീച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ. നന്മയേക്കാൾ കൂടുതൽ തിന്മയെ പ്രോത്സാഹിപ്പിക്കാനാണല്ലോ ആളുകൾക്ക് ഇഷ്ടം. ഇപ്പോഴും കുറെ 2K ടീംസ് ഇവരെ പിന്നാലെ തന്നെയാണ്. എന്തു ആവട്ടെ, കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു AI ചിത്രം പ്രചരിപ്പിക്കുകയും പിന്നീട് ആളുകളെ എല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ട് അതെന്റെ തിരക്കഥയായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന മനുഷ്യനാണ് ഇവൻ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ പോലും നുണയാണോ സത്യമാണോ എന്ന് അറിയില്ല. നുണയാണെങ്കിലും സത്യമാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതൊക്കെ ഒരു പാഠമായിട്ട് മാത്രം നിങ്ങൾ കാണുക, അല്ലാതെ ഇതൊരു പ്രചോദനമായിട്ട് ആരും കാണാൻ നിൽക്കണ്ട. കാണാം. 7-8 മാസത്തോളം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് ഒരു കുഴപ്പമില്ലാതെ ഒരു ദാരിദ്ര്യമില്ലാതെ ഇവിടെ ഞാനായിട്ട് നിന്നു. പിന്നെ 7 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അപ്പച്ചൻ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പച്ചന് അൽഷിമേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ, അപ്പച്ചൻ, അമ്മ, ഇവള്, ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇപ്പോൾ 4 മാസമായി ഇവിടെ വന്നിട്ട്. ഞാൻ തന്നെ അവിടുത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 5 മാസമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് മമ്മി ഒറ്റയ്ക്കല്ലേ നോക്കുന്നത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. വന്നതിന് ശേഷം മനസ്സിലായി അപ്പച്ചൻ അൽഷിമേഴ്സ് അല്ല, വേറെ ഡിമെൻഷ്യ എന്നുള്ള അസുഖമാണ്. അൽഷിമേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. അത് ഇവിടെ എന്നോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അതങ്ങനെ അസുഖമല്ലേ എന്ന് വിചാരിച്ചു, മിണ്ടാണ്ട് വിട്ടു. അപ്പച്ചന് ഡിമെൻഷ്യയാണ്. ഈ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറവി രോഗം തന്നെയാണ്. ഇയാൾ മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കാരണം അയാൾ മനഃപൂർവ്വം പലതും ചെയ്യുന്നുണ്ട് എന്ന് ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട്. ഒളിച്ചോടിയതോ എന്തോ ആവട്ടെ, കല്യാണം കഴിഞ്ഞു, ഒരുമിച്ച് താമസിക്കുന്നു, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയ സമയത്താണ് ഈ ദുരനുഭവം ഒക്കെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ട് നോർമൽ കല്യാണത്തിൽ തന്നെ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇവന്റെ ലൈഫിൽ തന്നെ സംഭവിച്ചതാണ് എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നത്. കർമ്മ എന്നൊന്നുണ്ട് എന്നൊക്കെ പല ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു വലിയ ട്രാജഡി, ഒരു ട്രോമ ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് ഉണ്ടാവുകയാണ്. സമാധാനത്തോടു കൂടി 7-8 മാസം ഒരുമിച്ച് ഒരു വാടക വീട് താമസിച്ചിരുന്ന പെട്ടെന്ന് ഇങ്ങോട്ട് കയറി ചെന്നതോട് കൂടിയിട്ട് നല്ല 8ന്റെ പണി കിട്ടി. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ സംഭവരെ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും ആരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു എടുത്തുചാട്ടം കൊണ്ട് കിട്ടിയ പണിയെ കുറിച്ചിട്ട്. ഓക്കെ, പിന്നെ വീട്ടിൽ അതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കും വെക്കാനൊക്കെ ആയി തുടങ്ങി. വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ദേഷ്യത്തിൽ എന്നാൽ പൊക്കൂടാർന്നോ എന്തിനാ ഇവിടെ നിന്നുള്ള സംസാരങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങി. ദേഷ്യത്തിൽ അങ്ങനെ വരാൻ തുടങ്ങി. തിരിച്ച് ഞാനും പറയാൻ തുടങ്ങി. ഇവളെ തെരുവെന്ന് വന്നവളെ കൊണ്ടുവന്നിട്ട് അമ്മയടുത്ത് വക്കാനുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഞാൻ ഇവന്റെ അടുത്ത് അവർ പറഞ്ഞു, എന്നെ എവിടെന്നോ തെരുവിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല ഇതുവരെ, അപ്പൊ അങ്ങ് ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ എവിടെന്നോ തെരുവിന്ന് കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റി കിടത്തിയേക്കോ, കെട്ടിയിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം അതും വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആണ് പറഞ്ഞത് ഈ സംഭവം. എന്തായിരുന്നു അപ്പച്ചൻ നിന്റെ അമ്മയുടെ അങ്ങനെ എന്തോ പറഞ്ഞ് ഇവിടെ നേരെ ചെന്നു. അപ്പൊ അപ്പച്ചന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാ, തെരുവിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ, അതൊക്കെ ആരെ പറയുന്നു മനസ്സിലാവുന്നില്ല. അപ്പൊ അയാൾ മനഃപൂർവ്വം വിളിച്ച് അപമാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയായാലും ഇത്രയും നാളായിട്ട് ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ ഒരു മണ്ടത്തരാട്ടോ. 2 മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ വക കിട്ടാനുണ്ട്. അത് നേടിയെടുക്കാൻ കഴിയും. സ്വന്തമായി വീട് കിട്ടും, അത് നേടിയെടുക്കാൻ കഴിയും. അതൊന്നും കൂടാതെ തന്നെ APJ അബ്ദുൽ കലാം ഫണ്ടിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ ഗവൺമെന്റിന്റെ ഒരു സഹായമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 1 ലക്ഷത്തിന്റെ അടുത്ത് എങ്ങാനും കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇത്രയും നാള് വിവാഹം കഴിച്ചില്ല നിയമപരമായി എന്ന് പറയുന്നത് തന്നെ വലിയ വിഡ്ഢിത്തരാണ്. ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല, മനസ്സിലായോ? അയാൾ ഇത്രയും മാനസിക രോഗിയാണ്. അയാൾ എവിടെ എന്തെങ്കിലും കയറി കാട്ടുവോ? അങ്ങനെ ഓരോ പേടി കാരണം ഞാൻ പണിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല എനിക്ക്, മനസ്സിലായോ? വരുമാനം വേണ്ടേ, പൈസ വരെ അവിടെ നിന്നു, മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റയിൽ നിന്നും പൈസ കിട്ടുന്ന വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. അതിനും വീഡിയോ ഇടണം, എന്നാലേ കിട്ടുള്ളൂ. അതെ.
അതിന് വീഡിയോ ഇട്ടാൽ തന്നെ ഫണ്ട് കിട്ടുള്ളൂ. പക്ഷെ ഇയാൾക്ക് ഭ്രാന്താണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് തോന്നുന്നില്ല. 7-8 മാസം ഒരുമിച്ച് സന്തോഷത്തോട് താമസിച്ചെന്നല്ലേ പറയുന്നേ. പിന്നെ ചിന്തിക്കാൻ എന്തിരിക്കുന്നേ? എടുത്തങ്ങ് മാറണ്ട അവിടെ നിന്ന്. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ സമയം ഉണ്ടാവും, വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടാവും. ഓ, വേറെ ട്വിസ്റ്റ് ഉണ്ട്. ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായ ഒരു സമയം കൂടി ഇതിലുണ്ട് അത്ര. സോറി, അതും കൂടി കേൾക്കാം. പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ച് ഇയാൾ ആ വീട്ടിൽ ഫുള്ള് തീട്ടത്തിന് മണവും മൂത്രത്തിന്റെയും കുഴഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ്, മനസ്സിലായോ? അത് എത്ര വട്ടം വൃത്തിയാക്കിയാൽ പോലും ഇയാൾ വീണ്ടും ഇത് ചെയ്യും. ഇത് അറിയാതെ പോകുന്നതല്ല, മനസ്സിലായോ? ഇത് പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അതിൽ പോകുന്നതല്ല, പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അത് ഊരിയിട്ട് പരിപാടിയാക്കും, മനസ്സിലായോ? ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ മടുത്ത് അങ്ങേയറ്റം പോയി. എന്നിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആ ടൈമിൽ ഇവൾ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് ഡൗട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ, തീട്ടം കുഴഞ്ഞു കിടക്കുന്ന ഒരു വീടെന്ന രീതിയിൽ അയാള് പാമ്പേഴ്സിലൊന്നല്ല അപ്പിയിടുന്നത്, മനഃപൂർവ്വം പുറത്ത് നിറച്ച് അപ്പിയിട്ട് നിറക്കിയാന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെ എനിക്ക് എന്താ സംഭവിക്കുന്നവരൊക്കെ അറിയില്ല. എന്നാൽ പോലും ഒരു കാര്യം പറയാം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണോ പ്രവർത്തിച്ചിരുന്നത്? ട്രൗസറിൽ അപ്പിയിടും, മൂത്രമൊഴിക്കും, അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്യും. പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് തന്നെയാണ് മാറുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കിയവരെ നമ്മൾ നോക്കണം എന്നാണ്. പക്ഷെ ഈ പെൺകുട്ടി പോലും അയാളുടെ മൂത്രം മലമൊക്കെ കോരിയിട്ടുണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് പോലും അയാൾ വൃത്തികെട്ട രീതിയിൽ പെൺകുട്ടിയെ സമീപിച്ചു, കയറി പിടിച്ചു. അവരവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്താണ് ഇപ്പോൾ പ്രഗ്നന്റ് ആയ ആ ഒരു വിവരം ഇവർ മനസ്സിലാക്കുന്നത്. ബാക്കി പക്ഷെ അതിന് മുന്നേ എനിക്ക് ഒന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇവന് തോന്നി. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 6 ആഴ്ചയായി. ഹാർട്ട് ബീറ്റ് ഒക്കെ തുടങ്ങി. ഞങ്ങളിപ്പോ വളരുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് കേക്ക് എങ്ങനെ പൊട്ടത്തി? ഡോക്ടറല്ലേ പറഞ്ഞത്? ഹാർട്ട് ബീറ്റ് തുടങ്ങി, അതെങ്ങനെ കേൾക്കാൻ പറ്റിയ? ചെറിയ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അവിടെ നിന്നു. പിന്നെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പോയി. അവിടെ മെയിൻ വഴക്കുണ്ടാവാനുള്ള കാരണം ആദ്യം തുടങ്ങുന്നത് ഞങ്ങൾ 12 മണിക്ക് എണീക്കുക. 12, 11 മണി, 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീക്കുള്ളൂ. അത് ഞങ്ങളെന്നല്ല, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എല്ലാവരും ആ ടൈമിൽ എണീക്കുക. സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ കറക്റ്റ് 11 മണിക്കാണ് എണീക്കാറ്. രാത്രി ഉറങ്ങുക ഒരു 3 മണിയാവും. നമ്മൾ ഈ കണ്ടന്റും കാര്യങ്ങളും തിരയുന്നതുണ്ട്. അത് കൂടാതെ തന്നെ പകല് നമ്മുടെ വർക്കുകളുണ്ട്, ആ വർക്കിന്റെ തിരക്കുണ്ടാവും. അതിനെല്ലാം കൂടി ഓടിക്കുമ്പോൾ 3 മണിയാവും ഉറങ്ങാം. ആ കാര്യം സത്യമാണ്. ഓക്കെ, വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നില്ല. ഇവർ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. പിന്നീട് ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളും വേണ്ട ഒരു സമയമായിരുന്നു. വീട്ടിൽ വെച്ചുകൊണ്ട് ആ ഒരു കുട്ടി അലസിപ്പോയ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇവന്റെ വീട്ടിൽ ഈ പെൺകുട്ടിയെ ഒരു കെയറിങ്ങും കൊടുക്കുന്നില്ല. അപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോ വൃത്തികേടുകൾ പറയുന്നു, അവിടെ ഇവിടെ അപ്പിട്ട് വെക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. തീട്ടമയം എന്ന് പറയേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. കേട്ടല്ലോ. ആ പെൺകുട്ടിയെ ആ വീട്ടിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ. ഇവർ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബ്ലഡും കാര്യങ്ങളും മൂത്രം ഒഴിക്കുന്ന സമയത്ത് വരുന്നു. ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കുന്നതിന്റെ ബാക്കി ഭാഗത്ത് കുറച്ച് ബാഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ബ്ലഡ് കിടക്കുന്നുണ്ട്, അത് പോകുന്നതാണെന്ന് പറയുന്നു. പിന്നീട് ആ ബ്ലഡിന്റെ കളർ മാറി പോകുന്നു. ഒരു ദിവസം പെട്ടെന്ന് ആ കുട്ടിയും ഗർഭപാത്രത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പാടെ പുറത്തു പോകുന്നു. അവരെ എന്തുകൊണ്ടാണ് ആ രീതിയിൽ എത്തിയത് എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി ആ വീട്ടിൽ നല്ല രീതിയിൽ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവന് ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഈ അപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തി മോശത്തരം കാണിക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് പറയുന്നത്. ബാക്കി ഇവർക്ക് 19 വയസ്സായി പെണ്ണ. ആ 19 വയസ്സേ കൊണ്ട് അവിടെ പെണ്ണിനെ വിളിച്ചു ഞാൻ വീട്ടിൽ കയറി ചെന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞാൽ, അതായത് തെരുവിൽ നിന്ന് വന്നവളെ കൊണ്ട് വന്ന് രണ്ടാളും കൂടെ കൂടിയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ പറയാണ്, ഇപ്പം എന്നെ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഞാൻ കുറേ സഹിച്ചാൽ നിൽക്കണേ. നാളെ ഞാൻ എന്തെങ്കിലും ചെയ്താലോ? അങ്ങനെയല്ല, പല സൈഡിൽ നിന്നും നല്ല ഭീഷണിയുണ്ട്. ഒന്നുമില്ല. അല്ല ഒന്നുമില്ല, പറഞ്ഞോ. ഇതൊക്കെ ഡ്രാമയാണോ എന്ന് തന്നെയാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത്. പക്ഷെ ഞാനിത് കൂടുതലായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഡ്രാമയായിട്ട് തോന്നുന്നില്ല. അവരത്രമാത്രം വീട്ടുകാർ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കേൾക്കുന്നത്. പക്ഷെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് കേൾക്കും എത്രത്തോളം വിഷമിക്കും എന്നൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. എടുത്തു ചാടിയിട്ട് നമ്മൾ ഈ പ്രണയത്തിലേക്കൊക്കെ മൂക്ക് കുത്തി വിടുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു പ്രചോദനമാവണം ഈ വീഡിയോ. എടുത്തു ചാടി ഇങ്ങനെയുള്ളൊന്നും ചെയ്യരുത്. കാത്തിരിക്കാം, ഇഷ്ടം പോലെ സമയമുണ്ട്. വിദ്യാഭ്യാസം നേടേണ്ടതായിട്ടുണ്ട്, ജോലി നേടേണ്ടതായിട്ടുണ്ട്, സമ്പാദ്യം വേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒക്കെ വന്നുകൊള്ളും, എല്ലാം സംഭവിച്ചുകൊള്ളും എന്ന ധാരണയിലാണ് ഇവർ വന്നത്. പക്ഷെ പിന്നീട് അവർ നേരിടേണ്ടി വന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതും ജോലി കിട്ടുക എന്നുള്ളതും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിക്കാൻ നമുക്ക് സമ്പത്ത് വേണം. സമ്പത്ത് ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ചെങ്കിലും വേണം. ഇവിടെ ഇപ്പൊ ആകെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സഞ്ജിയോടെ പുറത്ത് വന്ന അബോഷനായി.
അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പേടി ഇവൾക്കൊന്നും പറ്റാണ്ടിരിക്കണേന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടും ക്ലോസറ്റിലും എന്തൊക്കെയോ സാധനങ്ങൾ ചാടിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കണ്ടോ, സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരാളെ നോക്കാൻ വേണ്ടി വന്ന് അയാൾ കാരണം നഷ്ടം മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കണം, ഇവളുടെ വയസ്സ് 19, എൻ്റെ വയസ്സ് 22. എന്നിട്ട് അത്രയും ഞങ്ങൾ അതൊക്കെ പിടിച്ച് നിന്ന് അത് പോയി. പിന്നെ അവൾക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മേലനങ്ങി നടക്കാൻ അങ്ങനത്തെ ഒരു ഇതും പറ്റില്ല. പക്ഷേ അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതായത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇരുന്നത് കൊണ്ടാണ് പോയതെന്ന്. കാരണം എനിക്കറിയില്ല അങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അന്ന് ഉടുപ്പ് മാറ്റാൻ പോയി വന്ന് 5 മണിക്കൂറിൽ വന്നതിൻ്റെ അരമണിക്കൂർ മുന്നാണ് ഇവിടെ അകത്ത് കയറി കിടന്നത്. അത്രയും നേരം അകത്ത് ക്ലീൻ ആക്കി കിടന്നത്. അപ്പച്ചൻ ട്രൗസറിൽ അപ്പിട്ടു, അതേപോലെ തന്നെ കട്ടിൽ അപ്പിട്ടു, ആകെ എരപ്പാക്കി. ഈ സമയത്ത് മണം കാരണം ഇവൻ പുറത്തു പോകുന്ന സമയത്ത് പെൺകുട്ടിയെ വീടിന്റെ സീറ്റ് ഔട്ടിൽ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് പോയി. 5 മണിക്കൂർ ആ പെൺകുട്ടി അവിടെ ഇരിക്കേണ്ടി വന്നു, ഒന്ന് ഇളകാൻ പോലും കഴിയാതെ. അതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് അലസിപ്പോയി എന്നാണ് ആള് പറയുന്നത്. ഈ അബോഷനായല്ലോ, അബോഷനായ ശേഷം മമ്മിയും പപ്പയും കൂടി അപ്പച്ചന്റെ എവിടെയെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുത്തെ പള്ളിക്കാരോടും മെമ്പറോടും വാർഡ് മെമ്പറോടും എല്ലാവരോടും പറഞ്ഞതാണ്, ഇയാൾ ഇങ്ങനത്തെ സ്വഭാവമാണ്, എന്റെ നമ്മളെ കയറി പിടിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ഈ പള്ളിക്കാരുടെ പല തെറിയാൻ പറയുന്നില്ല, പല ഇതിന്റെയും വിചാരം നമ്മൾ ആ 3 സെന്റ് മറ്റേ കുറച്ച വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വന്ന് നിൽക്കുന്നത്. അപ്പച്ചനെ കുറിച്ച് ഇല്ലാത്ത അസുഖം നമ്മൾ പറഞ്ഞുണ്ടാക്കാണെന്ന് വരെ പറഞ്ഞു വരുത്തി. ഞങ്ങൾക്ക് ആ നാട്ടിൽ കടയിലും പുറത്തിറങ്ങി നടക്കണ്ടേ, ഇല്ലാത്ത അത്രയും ഞങ്ങൾ സഹിച്ചവിടെ നിന്ന്. ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഈ പൈസയുടെ കാര്യം എല്ലാം ആയിട്ട് ടെൻഷനായി എൻ്റെ സഹി കെട്ട് മൊത്തമായിട്ട് അവിടെ വഴക്കുണ്ടാക്കി. ഇത് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു വർത്താനായിരുന്നു. പിന്നെ എൻ്റെ സകല ലെവലും തെറ്റി. അവിടെ ഞാൻ കിടന്ന് കിട്ടിയ സാധനം അടിച്ച് പൊട്ടിച്ച് ദേഷ്യം വന്ന് കൺട്രോൾ പോയി. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്കത് മുന്നേ തന്നെ ചെയ്യായിരുന്നില്ലേ? ആദ്യ അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ അവിടുന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. 8 മാസം ഒരുമിച്ച് താമസിക്കാൻ സമയത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറുക, അല്ലാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കൂടുതൽ ആളുകൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് റിയാക്ട് ചെയ്യുന്ന രീതി തന്നെ മാറ്റാം. മാനുഷിക പരിഗണന എന്നൊന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറെ ഏത് രീതിയിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോസിന് നിങ്ങൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടതല്ലേ? നിങ്ങൾ എത്ര വലിയ കൂടത്തരം ചെയ്ത ആളുകളാ. കുഞ്ഞു ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് AI ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച വിഡ്ഢികളാക്കിയ ആളുകളാ. എനിക്കത് പറയാം. ഒരുപാട് ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാ. എന്റെ കയ്യിൽ ഇപ്പോഴും തെളിവുകൾ കിടക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് എടുത്തിട്ട് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങളെ ക്രൂശിക്കാം. അത് ചെയ്യുന്നില്ല, കാരണം കുഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. എല്ലാം വിധിയുടെ തലപ്പുറത്തേക്ക് കയറ്റി വെക്കാൻ കഴിയില്ല. ഇത് സ്വയം വരുത്തി വെക്കുന്ന വിനയാണ്. മനസ്സിലാക്കാനുള്ള ഒരു പക്വത ആയിട്ടില്ലായിരുന്നു രണ്ടുപേർക്കും. അത് ഇന്ന് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഓർക്കണം, എൻ്റെ ആകെ 3000 രൂപയുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. എന്നിട്ട് എവിടെ പോകണമെന്ന് അറിയാതെ ഞങ്ങൾ റോഡ് സൈഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ദിവസം ഞങ്ങൾ വെയിലത്ത് നടക്കുക. എന്നിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടു ഇൻസ്റ്റയിൽ. അതിൽ അമ്മി വന്ന് കമന്റ് ഇട്ടിക്കുക, ഇതൊന്നും എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഞാൻ ഈ അബോഷനായ ഇതൊക്കെ ഇല്ലേ, അതിന്റെ ആ വേദന സഹിച്ചവർക്ക് അതിന്റെ ആ അബോഷനായി ഫുൾ റെസ്റ്റ് എടുക്കേണ്ട ആള് എന്റെ കൂടെ വെയിലത്ത് ബസ് സ്റ്റോപ്പിൽ തണല് കൊള്ളാതെ, ബസ് സ്റ്റോപ്പല്ല വെയിറ്റിംഗ് ഷെഡാ, എന്തോ ഒരു സംഭവം അവിടെ അമ്പലപ്പടി, അവിടെ ഞങ്ങൾ ഇരിക്കുക എന്തോട്ട് ചെയ്യും. പിന്നെ കൂടെ എൻ്റെ കൂടെ 2 കൂട്ടുകാരും ഉണ്ടാവും. അവർ സാമ്പത്തികമായിട്ടുള്ളവരൊന്നല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒറ്റയ്ക്കല്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടിന് വേണ്ടി അവർ ഞങ്ങളെ കൊണ്ടായിരിക്കും എപ്പോഴും. വെറുതെ ആണെങ്കിലും വെറുതെ നടക്കുന്നവരൊപ്പം. അങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഓർക്കണം, ഇവിടെ ആ വേദന സഹിച്ചിട്ട് റോഡ് സൈഡിലായിരിക്കണം, ഇവിടെ കിടക്കേണ്ട ആളാ. ആ സിറ്റുവേഷനിൽ എൻ്റെ അമ്മ വന്ന് കമന്റ് ഇട്ടിരിക്കുക വീഡിയോയില്, എൻജോയ് ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലല്ലോ. അതോടെ ആ ഒരു കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ അമ്മയാടത്? അബോർഷൻ ആവുന്ന എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. ഒരമ്മ തന്നെയാണ് ഇത് പറയുന്നേ. അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ, എൻജോയ് ചെയ്യാനതൊക്കെ. ആ പെൺകുട്ടി റെസ്റ്റ് എടുക്കേണ്ട സമയം, ഇപ്പോഴും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ഇപ്പൊ ഈ ഇരുന്ന് സംസാരിക്കുന്നത്. ഓക്കെ, എന്ത് ആവട്ടെ, പറയാനുള്ളത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. പിന്നീട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ അബദ്ധമായിരിക്കും. സ്വന്തം അമ്മ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പൊന്നു ബ്രോ, തിരിഞ്ഞ വഴിയിലോട്ടും പോലും പോകരുത്. കാര്യമായിട്ട് പറയാണ്, നിങ്ങൾ എങ്ങനെയാണോ മുന്നേ താമസിച്ച ആ രീതിയിലേക്ക് മാറിപ്പോകും. അപകടം, വലിയ അപകടമാണ്. ഒന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഞങ്ങളുടെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഇവള് പറയുന്നത് ഞാൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഈ ഫാനിൽ കയറി തൂങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എനിക്ക് അങ്ങനെ എന്റെ മൈൻഡ് ഒന്ന് മാറിയാൽ മതി. കാരണം ഞാൻ അത്രയ്ക്ക് സഹിച്ചു. ഇപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് എന്നെ പറഞ്ഞതും എന്തൊക്കെയാണുള്ളത് എനിക്ക് ഈ വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം. അങ്ങനെ പറഞ്ഞ എനിക്ക് എല്ലാം വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു ഒറ്റ ഭീഷണി അതും വേണ്ട. എല്ലാം പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ 1 മില്യൺ അല്ല, 2 മില്യൺ, 3 മില്യൺ, 10 മില്യൺ, എത്ര മില്യൺസ് വ്യൂസ് വരും. അടുത്ത മാസം ഈ ഫോർച്യൂണർ എടുത്താൽ വേണമെങ്കിൽ ബംഗ്ലാവ് മേടിക്കാം. ഇതൊക്കെ എന്തിനാ പറയുന്നേ? മെന്റൽ സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ട് ബ്രോ. ആ പെൺകുട്ടി നീ ഒന്ന് മാറിയാൽ, ചിലപ്പോൾ അത് ചെയ്താൽ അതിൽ കുറ്റപ്പെടുത്തുക നിന്നെ മാത്രമായിരിക്കും. കാരണം നീയാണ് ആ പെൺകുട്ടിയെ വളച്ച് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലേ? നിനക്ക് തന്നെയായിരിക്കും ഉത്തരവാദിത്തം മുഴുവൻ.
അപ്പൊ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കേണ്ടതും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചിന്തിക്കുന്നതിനപ്പുറം നല്ല രീതിയിൽ നോക്കേണ്ടതും നിന്റെ കടമയാണ്. നിങ്ങൾ ആ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, തന്റെ മകളെ നീ നോക്കുന്നു എന്ന് അവർക്ക് തോന്നണം, അവർക്ക് മനസ്സിലാവണം. വെറുതെ തോന്നിയ വരുന്നത് മനസ്സിലാവണം. അതായിരിക്കണം നീ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ വീട് മാറി സമാധാനത്തോടു കൂടി വല്ല ജോലിക്കും പോവുക. ഇപ്പൊ പെൺകുട്ടിക്ക് റെസ്റ്റ് വേണ്ട സമയമാണ്. ഞാൻ വേണമെങ്കിൽ വലിച്ച് കീറി ഒട്ടിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ കഴിയും. പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അത്തരം ഒരു സംഭവം നടന്നു എന്ന് അറിഞ്ഞത് കൊണ്ടാണ്. നാളെ ഇതും ഡ്രാമയാണ് എന്ന് പറഞ്ഞ് നീ വരരുത്. വന്നു കഴിഞ്ഞാൽ ആ റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ വളരെ മാറിപ്പോയിരിക്കും. എന്റെ പഴയ വീഡിയോസ് നോക്കിയാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കുറച്ച് പൊട്ടിത്തെറിച്ച് കുറച്ച് ഓവറായി സംസാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ എല്ലാ വിഷയങ്ങളും ആ രീതിയിൽ ഞാൻ കാണാറില്ല. പല വിഷയങ്ങളും സഭ്യമായ രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് പറയാറ്. ഈ വിഷയത്തിൽ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഈ പെൺകുട്ടിയെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത്ര പറയുന്നുള്ളൂ. ഇനിയിപ്പോ ഫോർച്യൂണർ വാങ്ങാനാണോ മറ്റേതാണോ മറിച്ചതാണോന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ വലിയ വിട്ടിത്തരാണ്. ആളുകൾ അതൊക്കെ ഏത് രീതിയിൽ എടുക്കുന്നു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ലേ. അപ്പോൾ ഊളത്തരങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ, ഈ നുണ പറയുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.